ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും പ്രവചന പഠനമെന്ന വിഷയത്തിൻ്റെ 12ാമത്തെ ഭാഗത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബാബിലോണി സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു. 70 വർഷമേ ആ ഭരണകൂടത്തിന് ഭരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭരണകൂടമായിരുന്നു ബാബേൽ അഥവാ ബാബിലോൺ. 70 വർഷം കൊണ്ട് അതിൻ്റെ അന്ത്യം കുറിച്ചു. അതിന് പ്രധാനമായ കാരണം യെരൂശലേം ദൈവാലയം തീ വെച്ച് നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി, സകല പാത്രങ്ങളും ബാബേലിൽ കൊണ്ടുവന്ന് അവരെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദൈവം ആ രാജ്യത്തിന് അവസാനം കുറിച്ചു. രണ്ടാമത്തെ സാമ്രാജ്യം ദാനിയേൽ കണ്ട ബിംബത്തിന്റെ 2ാം ഭാഗം. ബിംബത്തിന്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടും തങ്കത്തേക്കാൾ വില കുറഞ്ഞതാണ്. നെഞ്ചും കൈയും വെള്ളികൾ കൊണ്ട് അത് അവരുടെ ഐക്യതയും കാണിക്കുകയാണ്. ഇനി ദാനിയേൽ ബെൽശസ്സറിന്റെ കാലത്ത് ദാനിയേൽ സ്വപ്നം കണ്ടു. 2ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടത്. 5ാം അധ്യായത്തിൽ ദാനിയേൽ സ്വപ്നം കണ്ടു. 1ാമത്തേത് സിംഹത്തിന് സാദൃശ്യമായിരുന്നു. അത് നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞു. അത് ബാബിലോണ്യ സാമ്രാജ്യമായിരുന്നു. 2ാമത്തെ സാമ്രാജ്യം അത് കരടിയോടുകൂടെ സാദൃശ്യപ്പെടുത്തി. മേദ്യ, പാർസിയ. ദാനിയേൽ വ്യാഖ്യാനിക്കുമ്പോൾ 2ാമത് എടുത്തു പറയുന്നത് പെറോസ് എന്നാണ്. 5ാം അധ്യായം ദാനിയേൽ 28ാമത്തെ വാക്യം. അതിൻ്റെ അർത്ഥം മേദ്യ, പാർസിയ എന്ന് 2 രാജ്യങ്ങളെ ഒറ്റയ്ക്ക് പറയുന്നതാണ് ഫെറോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പേർഷ്യ എന്നാണ് പിൻകാലത്ത് അറിയപ്പെട്ടത്. ഇറാന്റെ 2 ഭാഗങ്ങളായിരുന്നു ഇത്. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗം കൂടെ ചേർന്ന് 2 രാജ്യങ്ങൾ ആയിരുന്നു. 1935 വരെ ഇറാന്റെ പേര് പേർഷ്യ എന്നായിരുന്നു, അങ്ങനെ അറിയപ്പെട്ടത്. 1935 വരെയും പേർഷ്യ എന്നാണ് അറിയപ്പെട്ടത് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. ബാബിലോൺ എന്ന രാജ്യം ഇറാഖ് എന്ന രാജ്യത്തിന്റെ പഴയ പേരായിരുന്നു ബാബിലോൺ. BC 535 2ാമത്തെ സാമ്രാജ്യം നിലവിൽ വന്നു. അതിന്റെ ആദ്യത്തെ രാജാവ് അല്ലെ ചക്രവർത്തി ദാരിയാവേസ് ആയിരുന്നു. ദാരിയാവേസ് ഒരു ഭക്തനായ മനുഷ്യൻ എന്ന് തന്നെ പറയാം. കാരണം സിംഹക്കുഴിയിൽ ഇട്ട ദാനിയേലിനെ രാവിലെ ചെന്ന് ദാനിയേലേ എന്ന് വിളിക്കുമ്പോൾ ദാരിയാവേസിനറിയാം ദാനിയേൽ ആരാണെന്ന്. സിംഹങ്ങൾ തൊടിയേലെന്ന് ഈ ദാരിയാവേസ് അറിയാതെ ഒരു ഭക്തനായിരുന്നു. അല്ലെങ്കിൽ സിംഹങ്ങൾ കിടക്കുന്ന ഗുഹയിൽ ഒരുത്തനെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ദാരിയാവേസിനറിയാം ദാനിയേലിനെ ഒരു കേടും സംഭവിക്കയില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കോരേശ് രാജാവായി. കോരേശിനെ പറ്റി
ദൈവം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഇടയൻ, എൻ്റെ അഭിഷിക്തൻ, എൻ്റെ ഹിതമൊക്കെയും ചെയ്യുന്നവൻ തൻ്റെ ഭരണത്തിൻ്റെ 1-ാം ആണ്ടിൽ. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന സകല പാത്രങ്ങളും സകല സാധനങ്ങളും തിരിച്ചു കൊടുക്കുവാൻ അദ്ദേഹം കൽപ്പന ഇട്ടു. അത് ക്ഷേത്രത്തിൽ നിന്ന് എടുപ്പിച്ച് ദൈവാലയത്തിന്റെ പണികൾക്ക് വേണ്ടി താൻ കൽപ്പന കൊടുത്തു. എവിടെ ആലയമുണ്ടോ അവിടെ തന്നെ പണിയുവാൻ അദ്ദേഹം കൽപ്പിച്ചു. എസ്രായുടെ പുസ്തകം 6-ാം അധ്യായം 3 മുതൽ ആലയം പണിയുവാൻ ആ സ്ഥലത്ത് തന്നെ പണിയണമെന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. എവിടെയാണ് ഈ ആരാധനാലയം ഉണ്ടായിരുന്നത്? ദാവീദിന് ദൈവം പ്രത്യക്ഷപ്പെട്ട മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഓർന്നോന്റെ കളത്തിലായിരുന്നു ആദ്യത്തെ ദൈവാലയം പണിതിരുന്നത്. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മുടെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ തന്നെ ആലയം പണിതിരിക്കണം. ആ സ്ഥലം ഏകദേശം 36 ഏക്കർ പരന്ന ഒരു വിസ്തൃതിയുള്ളതായ മനോഹരമായ ഒരു സ്ഥലമാണ്. ലോകത്തിന്റെ മധ്യഭാഗം എന്ന് തന്നെ പറയാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വക ആരു മാറ്റിയാലും ദൈവം തിരിച്ചു വാങ്ങിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ദൈവം അറിഞ്ഞില്ല, കേട്ടില്ല, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ അതെല്ലാം ദൈവം മടക്കി വാങ്ങിക്കുന്ന ദൈവമാണ്. അത് ദൈവത്തിന്റെ നീതിയാണ്. മോരേസിന്റെ കാലത്ത് ആലയം പണിയുവാൻ അവൻ അനുവാദം കൊടുത്തു. മേദ്യ പാർസിയ ഭരണകാലം ആരാധനാലയം പണിയുവാനും എല്ലാവിധമായ എന്തെല്ലാം അവർക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നിറവേറ്റുവാൻ മേദ്യ പാർസിയ സാമ്രാജ്യം യഹൂദന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ 204 വർഷം അവർ ഭരിക്കാനിടയായിത്തീർന്നു. 204 വർഷം 535 മുതൽ BC 331 വരെയും നീണ്ട നാളെ ഈ 2ാമത്തെ സാമ്രാജ്യം ഭരിക്കാനുള്ള കാരണം വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചതിനാൽ ആണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സത്യസന്ധതയോടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ, കളങ്കമില്ലാതെ നാം ദൈവത്തിനോട് നിന്നാൽ, ദൈവത്തിനോട് പ്രവർത്തിച്ചാൽ, ദൈവത്തിനോട് കൊടുത്താൽ ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. എൻ്റെ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ 12ാമത്തെ ഭാഗത്തെ കടന്നുവരുവാൻ അടിയന് കൃപ തന്നു കേൾവിക്കാരെ സഹായിച്ചതിന് സ്തോത്രം. ഈ ക്ലാസ് മുഖേന വചനം ചിന്തിക്കുവാനും ജീവിതത്തിൽ ഒരുപാട് മാറ്റം സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.